ഇടതുപക്ഷ പ്രസ്ഥാനം എന്ന് പറയുന്നത് ഈ സഹോദരൻ പറഞ്ഞ പോലെ ആവശ്യമാണ്. അയ്യോ അങ്ങനെ പറഞ്ഞൂടാ, പിന്നെ ഞാൻ എന്തിനു വന്ന? പക്ഷെ തുടർ ഭരണം കൊണ്ട് ഈ ഭരണം നഷ്ടപ്പെടാൻ, ഈ പാർട്ടി ഇല്ലാതാകാൻ പാർട്ടിയെ കരുത്തുറ്റതാക്കാൻ പ്രതിപക്ഷം തിരുത്തുവോ? അതാ വേണ്ടത്, അതാ വേണ്ടത്. എങ്ങനെയുണ്ട് ഐഡിയ? കൊള്ളാം കൊള്ളാം കൊള്ളാം. പക്ഷെ അങ്ങനെ വരുമ്പോ പെൻഷൻ മുടങ്ങുമെന്ന് ആശങ്ക ചിലർ പറയുന്നു. സെന്റിമെന്റൽ ആൻഡ് സൈക്കോളജിക്കൽ മൂവ്. അല്ല, പെൻഷൻ മുടങ്ങുക, കേരളം മൊത്തം നശിക്കും. ഒരു കാര്യം പറയട്ടെ, അഭിപ്രായം പറയാതെ പുതിയ കണ്ടുപിടുത്തം. ഈ പാർട്ടി നശിക്കണമെന്ന് നമുക്ക് ആഗ്രഹമില്ല. പക്ഷേ ഈ തുടർ ഭരണം കൊണ്ട് ഈ പാർട്ടി നശിക്കാനേ സാധ്യതയുള്ളൂ. മര്യാദയ്ക്ക് സംസാരിക്കണം. കാരണം എന്ന് പറഞ്ഞാൽ ജനങ്ങൾ അത്രയും പൊറുതിമുട്ടി. അങ്ങനെ ഇരിക്കും എന്നോട് കളിച്ചാൽ. സർക്കാർ വികസനം നടപ്പാക്കിയെന്നൊരു അഭിപ്രായമുണ്ടോ? ഇതൊക്കെ എന്തിനു ഇവിടെ പറയാൻ പോകുന്നു? അല്ല, ഒരു കണക്ഷൻ കിട്ടിയപ്പോ സർക്കാർ വികസനം നടത്തിയെന്ന് പറഞ്ഞാൽ വർത്താനത്തില് ഭയങ്കര തരികിടെന്ന് പറഞ്ഞ തിത്തരികിട. അതായത് PR വർക്കാണ്. ഒരു കയ്യബദ്ധം നാറ്റുകരുത്. നമുക്ക് പെൻഷൻ തുടർന്ന് വരുമോ? അപ്പൊ അതാണ് എന്റെ പ്രശ്നം. UDF വന്നാൽ അല്ലേ? അതാണ് ഒരു ആശങ്ക. ഇതാണ് ചങ്ങായിക്ക് ഒരു മാറ്റമില്ലല്ലോ, ഫുള്ള് നെഗറ്റീവ്. ഇത് കൊടുത്താലല്ല കൊടുക്കുവായില്ലാന്ന് അറിയണമെങ്കിൽ അവര് വന്നാലല്ലേ അറിയാൻ പറ്റും. നടക്കുന്ന കാര്യം വല്ലതും പറയടാ. കാലഘട്ടത്തിൽ 18 മാസത്തെ പെൻഡിങ് ഉള്ള കേരളത്തിൽ ജീവിച്ചിരിക്കുന്ന ഒരാളും ഈ ഭരണം തുടരരുതെന്ന് ഇനി പറയത്തില്ല. ഇതിനെ അടിച്ചാ മതിയോ? ആശാൻ തന്നെ പറ. അതായത് വാക്കുകൊണ്ട് ഇവിടെ വികസനം ഉണ്ടായിട്ട് കാര്യമില്ല. നമുക്ക് പറയുന്നത് ആര് വന്നാലും പ്രശ്നമല്ല, മറ്റേ പെൻഷൻ കിട്ടണം. ആര് വന്നാലും കുഴപ്പമില്ല, പെൻഷൻ കിട്ടണം എന്നുള്ളത്, പെൻഷൻ മുടക്കരുത് എന്നുള്ളതാണ്. അത് ഞാൻ ഏറ്റു.